ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വേദയുടെയും വിക്രത്തിൻ്റെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിൻ്റെ അമ്മ കമലാമ്മ ഭയങ്കര സങ്കടപ്പെട്ടിരുന്ന അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുക. ആ സമയത്ത് ശ്രീജ വന്നിട്ട് പറയണം, എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? വിക്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? വിക്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വിക്രം അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകില്ലെന്നല്ലേ പറഞ്ഞത്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നല്ലേ പറഞ്ഞത്. അമ്മ നല്ലൊരു ദിവസമല്ലേ ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ. എന്നിട്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? വന്നേ അവിടെ ചില കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ കമലാമ്മനെയും വിളിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് വരിക. അപ്പം നമ്മുടെ വേദയാണെങ്കിൽ കേക്കെല്ലാം ഒരുക്കി നേരെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട കമലാമ്മയാണെങ്കിൽ, ദൈവം ഇതെന്തേ കാണിച്ചിരിക്കുന്നത്, ഇതൊന്നും മാഷിന് ഇഷ്ടപ്പെടില്ല, മാഷ് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അരിശപ്പെടും. അപ്പോൾ നന്ദിനിയും വരികയാണ്, അല്ലെങ്കിലും നിങ്ങളോട് ആരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞത്? നീ കുറേ വാക്കുകളൊക്കെ പറഞ്ഞായിരുന്നല്ലോ അച്ഛനോട്, എന്നിട്ട് കേക്ക് മേടിച്ച് വെച്ചിരിക്കുകയാണോ? പിന്നെ നീ പറയുമ്പോൾ തന്നെ കേക്ക് മുറിക്കാനായിട്ട് വരാനായിട്ട് പോവുകയാണ് അച്ഛൻ. അച്ഛനിതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അച്ഛൻ ശരിയാക്കുക നിങ്ങളെല്ലാവരെയും. നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, നിങ്ങളാദ്യം മിണ്ടാതിരിക്കുക. ഒരു കേക്ക് മുറിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കണ്ടറിയാം. ഏതായാലും അച്ഛൻ ഈ കേക്ക് മുറിക്കില്ല. ഇപ്പം കമലമ്മയാണെങ്കിൽ, അതെ അച്ഛൻ ഇത് മാഷിന് ഇത് കാണുമ്പോൾ തന്നെ അരിശുവാകും, എന്തെങ്കിലും ബഹളം ഉണ്ടാക്കും. അമ്മേ, ഇവിടെ ഒരു ആഘോഷമൊന്നുമില്ലല്ലോ, ചെറിയൊരു കേക്ക് മുറിക്കൊന്ന് വിചാരിച്ചു, ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അമ്മ ഏതായാലും അച്ഛനെ വിളിച്ചുകൊണ്ട് വാ. അപ്പോൾ അച്ഛൻ ഒന്നും പറയുന്നുമില്ല, കേക്ക് മുറിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ കമലാമ്മ നേരെ മാഷിൻ്റെ റൂമിലേക്ക് ചെല്ലുക. അപ്പം മാഷാണെങ്കിൽ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതെവിടെ പോയി? ഒരു സ്ഥലത്ത് എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണേയില്ല. മാഷ് എന്താ തിരയുന്നത്? എൻ്റെ കമലേ, ഞാൻ അത്യാവശ്യമായിട്ട് കുറച്ച് പേപ്പേഴ്സ് എല്ലാം ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു, അതൊന്നും ഇപ്പോൾ കാണാനില്ലെന്ന്. പക്ഷെ അതൊക്കെ വിട് മാഷേ, അതൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. മാഷിപ്പം അങ്ങോട്ട് അകത്തേക്കൊന്ന് വന്നേ. ഇവിടെ വലിയൊരു കാര്യം നടക്കാനായിട്ട് പോകുന്നുണ്ട് മാഷേ. ഇവിടെ എന്ത് കാര്യം? അവിടെ പിള്ളേരെന്തൊക്കെയോ ചേർന്ന് കേക്കൊക്കെ മുറിക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുന്നു. മാഷിൻ്റെ പിറന്നാളല്ലേ ഇന്ന്, അപ്പോൾ അവർക്ക് ചെറിയൊരു ആഗ്രഹം. പിള്ളേരെല്ലാവരും കൂടി ചേർന്നുള്ളൊരു പരിപാടിയാണ്. പിള്ളേരോ? ഏത് പിള്ളേർ? എന്താ കമലേ, നീ എന്തായി പറയുന്നത്? അതെ മാഷേ, ചെറിയൊരു കേക്ക് മുറിക്കൽ എന്നിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് അത് ദേഷ്യം വരികയാണ്. അപ്പോൾ ഇയാൾ നേരെ ഹാളിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് പറഞ്ഞൊരു കേക്ക് അവിടെ നിന്ന് വെച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും മാഷിന് കാലി വരികയാണ്, ഇത് ആരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ. കുട്ടിയോട് ഞാൻ പറഞ്ഞല്ലേ, പുറത്തുനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടി മറന്നുപോയോ? പിന്നെന്തിനാ ഇങ്ങനത്തെ ഏർപ്പാടുകളെല്ലാം ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയാണെങ്കിൽ, അയ്യോ മാഷ് പേടിക്കണ്ട, എൻ്റെ കാശ് കൊണ്ട് മേടിച്ചെന്ന് വിചാരിച്ചിട്ടാണോ മാഷ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എൻ്റെ കാശ് കൊണ്ട് മേടിച്ചതല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരെയും നോക്കുകയാണ്. അപ്പോൾ മകനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ഞാനൊന്നുമല്ല അച്ഛാ. അപ്പം നന്ദിനിയെ നോക്കിയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജ പറയാണ്, അച്ഛാ വേദ പറഞ്ഞ സത്യം തന്നെയാ, ഇത് വേദ വാങ്ങിയ കേക്കല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നന്ദിനിയെ നോക്കിയ. അപ്പം നന്ദിനിക്കും ആകെ ടെൻഷൻ തന്നെ. അയ്യോ അച്ഛാ, ഞാനല്ല അച്ഛാ, ഞാനും എൻ്റെ ഭർത്താവും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഞങ്ങളല്ലെങ്കിലും അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യോ? ഇന്നേ വരെ നടക്കാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ശ്രീജയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ തലയും കുമ്പിട്ടിങ്ങ് നിൽക്കുക. അപ്പോഴേക്കും കമലാമ്മയാണെങ്കിൽ, മാഷേ എല്ലാവരെയും നോക്കി പേടിപ്പിക്കേണ്ട, ഇത് മേടിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ചിട്ടി കൂടിയ പൈസയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയായിരുന്നു. അങ്ങനെ ആ പൈസ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും മാഷ് എന്താ പറഞ്ഞത്? എൻ്റെ അടുത്ത് വെച്ചോളാനല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഞാൻ കേക്ക് മേടിച്ചു. അല്ലെങ്കിലും മാഷേ ഇതുവരെയായിട്ട് ഇങ്ങനെ ആഘോഷിച്ചിട്ട് ഇന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു കേക്ക് മുറിക്കുന്നത് കൊണ്ട് എന്താണ് മാഷെ സംഭവിക്കാനായിട്ട് പോകുന്നത്? അങ്ങനെ ഒരു കാര്യം ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും കമല പറഞ്ഞ സത്യം തന്നെയാ. കാരണം ഇന്നിങ്ങനെ ആഘോഷിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലോ അല്ലേ? കൊള്ളാം, കത്തിയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് മുറിക്കാനായിട്ട്. നമ്മുടെ മകൻ കാരണം ഇനി ഇതൊക്കെ ഒന്ന് മുറിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലെങ്കിലോ? പക്ഷേ കേക്ക് മുറിക്കുമ്പോഴും ഒന്ന് ആലോചിക്കണം കമലേ, നമ്മുടെ 3 ആൺമക്കളും ശരിയാണോ എന്ന്. ചുമ്മാ പൊട്ടന്മാരെ പോലെ നിന്ന് ഇവിടെ ആട്ടം കാണുകയല്ലേ ഈ 3 ആൺമക്കളുടെയും പരിപാടി. അപ്പോൾ അതും കൂടി ഒന്ന് ചിന്തിക്കണം കമലേ. ഒരുത്തനാണെങ്കിൽ കുത്തും കൊലയും ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ. ഇനി എപ്പോഴാണ് നമ്മളെയും കുത്തി മലർത്താൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ശരിയാ,
അവസാനമായിട്ട് ആ കേക്ക് ഞാൻ അങ്ങോട്ട് മുറിച്ചേക്കാം, ആ കത്തിങ്ങടുതാ കേക്ക് മുറിച്ചേക്കാം. എപ്പോൾ ഈ മാഷിൻ്റെ ഈ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ ടെൻഷനും കലിയും ഒക്കെ വരുന്നുണ്ട്. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയാലും അപ്പ ഉടക്കാണ് ഈ മാഷ്. ഇത് കേട്ട് നമ്മുടെ കമലാമ്മയാണെങ്കിൽ വേണ്ട, ഇനി മാഷ് ഈ കേക്ക് മുറിക്കണ്ട, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വേണ്ട, നല്ലൊരു കാര്യം നടക്കാൻ പോണ സമയത്ത് വായിൽ വന്ന വർത്തമാനം ഇങ്ങനെയല്ലേ മാഷേ, ഇനി മുറിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മ അവിടെ നിന്ന് സങ്കടപ്പെട്ട് നേരെ പോവുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദയും അവിടെ നിന്ന് പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മാഷ് അവിടെ നിന്ന് പോവുക. അപ്പോൾ ഈ നന്ദിനിയോട് പറയാ, നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ. ആഹാ, അത് കൊള്ളാം, ഞാനെന്ത് വിചാരിച്ചു എന്ന്, ഞാനാണ് ആ കേക്ക് മുറിക്കേണ്ടെന്ന് പറഞ്ഞത്. ദേ ഈ കേക്ക് മേടിച്ചതും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാ, അതിൽ എന്നെ ഉൾപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയും പോവുക. അപ്പോൾ ഈ ശ്രീജയുടെ ഭർത്താവാണെങ്കിൽ ഏതായാലും ഞാൻ തന്നെ കേക്ക് മുറിച്ച് തിന്നാം, എന്തിനാ വെറുതെ കേക്കായിട്ട് കളയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് മുറിച്ച് അങ്ങോട്ട് സ്വയം കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ കമലാമ്മ ഡ്രസ്സുകളെല്ലാം ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ മാഷ് കയറി വന്നിട്ട് എന്താ കമലാമ്മേ, ഞാൻ അത്രയൊക്കെ പറഞ്ഞത് കമലാമ്മയുടെ മനസ്സിലും വല്ലാത്ത സങ്കടം ഏർപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. ദേ ഞാനങ്ങനെ പറഞ്ഞ് തിരിച്ച് കൂടിപ്പോയോ? എൻ്റെ മാഷ് പല പ്രാവശ്യവും ഓരോ കാര്യങ്ങളും പറയാറുണ്ട്. എന്ത് കാര്യം നടന്നാലും അതിലെന്തെങ്കിലും മാഷ് എടുത്തിടും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയത് മാഷിൻ്റെ ഉള്ളിലെ ആ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്ന് മാഷ് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി മാഷേ. അങ്ങനെയൊന്നും പറയേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. മാഷിൻ്റെ പിറന്നാളിന് കേക്ക് മുറിച്ച് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് എല്ലാവരും ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മാഷ് അവിടെ പറഞ്ഞു കൂട്ടിയത് എന്തൊക്കെയാണ്? ദേ നമ്മുടെ മക്കളെ ചേർത്ത് വരെ മാഷ് പറഞ്ഞില്ലേ, അവരുടെ മനസ്സിൽ എന്തോരം മാത്രം വേദന ഉണ്ടാവും. എൻ്റെ മനസ്സാണ് മാഷേ കലങ്ങി മറിഞ്ഞത്. ഇതിടഞ്ഞപ്പോഴേക്കും കമലേ, ഞാൻ ഇതെല്ലാം പറഞ്ഞത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചോ? അങ്ങനെയല്ല കമലേ, പക്ഷേ നടക്കാൻ പോണ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ദേ നമ്മുടെ ഇളയ മകൻ വിക്രം എങ്ങനെയാണ് കാണിച്ചു കൂട്ടുന്നത് നിനക്കറിയാലോ. ഇതേവരെ അവൻ നമുക്ക് കാവലായിട്ട് വന്നിട്ടുണ്ടോ? ഇന്നലെ അതും നടന്നു. അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ നമുക്ക് കാവലിറക്കി. ഇന്നലെ നടന്ന സംഭവത്തിനെ തുടർന്നാണ് അവൻ്റെ മനസ്സിൽ പേടി തട്ടിയിരിക്കുന്നത്. മാഷേ, അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ലെന്ന് അവൻ പറഞ്ഞല്ലേ? അവൻ പറഞ്ഞു. പക്ഷേ അവൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. ഇനി കാതോർത്തും കണ്ണോർത്തൊക്കെ കാത്തിരുന്നോ, അവൻ്റെ ശവത്തിൻ്റെ അരികിൽ നിന്ന് നമുക്ക് കരയേണ്ടി വരും. മാഷേ, എന്തൊക്കെയാ മാഷി പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് മാഷിൻ്റെ ഷർട്ടിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. ഈ അമ്മയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല. അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇയാളും കരയുക. പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ്. അപ്പോൾ വിക്രം ആണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീനിവാസൻ വിളിക്കുന്നത്. എടാ വിക്രം, നീ എവിടെയാണ്? ഞാനേ അവനെ തിരയാനായിട്ട് പോവാണ്. അവൻ ക്ലബിലുണ്ടെന്നുള്ളൊരു വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവനിട്ട് 2 പൂശണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല സാറേ. ആഹാ, അതേതായാലും കൊള്ളാം. അവനെ ഞാനും കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അച്ഛനും നേരെയാണ് അവൻ കൈ ഉയർത്തിയത്. അപ്പോൾ അവനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ? വേണ്ട, കൊടുക്കണം അവനായിട്ട്. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് വിക്രം പോകുന്ന സമയത്താണ് വേദയുടെ ആങ്ങളയെ കാണുന്നത്. ഹലോ, അവിടെ നിന്നേ, എങ്ങോട്ടാണാവോ? അല്ല, കളികളൊന്നും നിർത്താറായില്ലേ? എന്ത് കളികൾ? നിങ്ങൾ പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നേരെ നിങ്ങൾ വാള ചൂണ്ടി. പക്ഷേ അതൊക്കെ നിനക്ക് ദാശത്തിനാണെന്ന് നീ കരുതി വെക്കണം. ഈ വിക്രത്തിൻ്റെ കുടുംബത്ത് കയറി കളിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇയാളും കളിയാക്കുന്ന രീതിയിൽ അങ്ങോട്ട് സംസാരിക്കുകയാണ്. ഞാനീ പറയുന്നത് വെറും വാക്കല്ല. ഇനിയും ഇങ്ങനത്തെ കളി തുടരാനാണ് പരിപാടിയെങ്കിൽ നിങ്ങൾ ശരിക്കും അനുഭവിക്കും. എടോ, ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് വാ, അല്ലാതെ ഒളിച്ചും പാത്തിരുന്ന് കുടുംബത്തിലുള്ളവരെ ആക്രമിക്കലല്ല ജോലി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങോട്ട് പറഞ്ഞു വിടുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്ലബ്ബ് കാണിക്കുകയാണ്. അപ്പോൾ ക്ലബ്ബിൽ ഗുണ്ടകളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഭയങ്കര സംഭാഷണവും കള്ളുകൂടിയൊക്കെയാണ്. ഏതായാലും വിക്രം, അവനിനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തതേ, ആ ശ്രീനിവാസൻ വന്ന് നമുക്കെന്തിനാ പൈസ തന്നേന്നാ. കാരണം അവർ തമ്മിൽ നമുക്കൊരു ഡീലും ഇല്ലല്ലോ. ഇനി അവരൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടല്ലേ പൈസ തന്നത്. നമുക്ക് തരത്തിനൊത്ത് മാറാം. ഏതായാലും വിക്രത്തിൻ്റെ വീട്ടുകാരെ നമുക്ക് വിട്ടേക്കാന്നേ, അവനിട്ട് കൊടുക്കണമല്ലോ പണി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു വിക്രത്തിൻ്റെ കയ്യിലൊരു കുറച്ച് മദ്യക്കുപ്പിയും ഉണ്ട്.
ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ പേടിയും തോന്നി. അപ്പോൾ ആ ഗുണ്ടനെ എടുത്ത് തകർത്ത് മറിച്ചുകൊണ്ട് നമ്മുടെ വിക്രം പറയുകയാണ്, നീ എന്താണ് വിചാരിച്ചത്? ഈ വിക്രമ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന. എടാ, ഒരു പ്രാവശ്യം നിനക്ക് വാണിംഗ് തന്നതാണ് ഞാൻ. ഇനി മേലാൽ ഇത്തരത്തിലുള്ള പരിപാടിയായിട്ട് എൻ്റെ മുന്നിൽ വന്നു പോകരുതെന്ന്. എന്നിട്ട് വഴി നിന്നേച്ച എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നേർക്കെതിരെ നീ വാള് ചൂണ്ടി. അപ്പം നിന്നെ അങ്ങനെ വെറുതെ വിട്ട ശരിയാവോടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ചങ്കിന് കയറി ചവിട്ടിയിട്ട് ആ മദ്യക്കുപ്പിലുണ്ടെന്ന് വെച്ചാൽ മദ്യം മുഴുവനും ഇവൻ്റെ മേത്തേക്ക് അങ്ങോട്ട് നല്ലോണം ഒഴിച്ചതിന് ശേഷം പറയാണ്, ദേ ഇനി മേലാൽ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ലൈറ്റർ എടുത്തിട്ട് അവനെ കത്തിക്കാനായിട്ട് തുടരുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.